മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് താലൂത്തിൻ്റെയും ജാലൂത്തിൻ്റെയും ഒരു യുദ്ധത്തിൻ്റെ ചരിത്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. ആ യുദ്ധത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. അതിനുശേഷം ദീർഘകാലം രാജാവായി, അധ്യാപകനായി, പ്രവാചകനായി, ഒരു നാടിൻ്റെ നായകനായി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കർത്തവ്യം സുന്ദരമായി നിർവഹിച്ചിട്ടുണ്ട്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രധാനപ്പെട്ട 4 അനുഗ്രഹങ്ങൾ, എല്ലാവർക്കും നൽകാത്ത, അദ്ദേഹത്തിന് മാത്രം നൽകിയ പ്രധാനപ്പെട്ട 4 അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെറുതായിട്ട് നമ്മളത് സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫളാ യാ ജിബാലു അവ്വിബി മഅഹു വത്വയ്ർ വഅലന്നാ ലഹുൽ ഹദീദ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ പറയുന്നത്? യാ ജിബാൽ, അല്ലയോ പർവ്വതങ്ങളെ, അവ്വിബി മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ കീർത്തനങ്ങൾ ചൊല്ലുക, അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹുകൾ ചൊല്ലുക, അദ്ദേഹത്തിൻ്റെ കൂടെ സങ്കീർത്തനങ്ങൾ ആലപിക്കുക. വത്വയ്ർ, പക്ഷികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പറഞ്ഞത്. വലിയ 2 അനുഗ്രഹങ്ങളാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പർവ്വതങ്ങളും പറവകളും പക്ഷികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് എല്ലാം തുടങ്ങും, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രാർത്ഥനകൾ ആലപിക്കാൻ തുടങ്ങും. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്ത് സജൈവമാകട്ടെ അജൈവമാകട്ടെ ഒരു വസ്തുവുമില്ല അല്ലാഹുവിനെ സ്തുതികീർത്തനം നടത്താത്ത ഒരു വസ്തുവും ഇല്ല. അവരുടെ തസ്ബീഹുകൾ നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നില്ല. നമ്മൾ ഈ കാണുന്ന മരങ്ങളും ചെടികളും പറവകളും പക്ഷികളും പൂമ്പാറ്റകളും ഇഴജന്തുക്കളും ഉറുമ്പുകളും പ്രാണികളും നാൽക്കാലികളും എല്ലാം 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 അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾ പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവ അള്ളാഹുവിനെ ഹംദും തസ്ബീഹും തഹ്ലീലുമായി കഴിഞ്ഞുകൂടുന്നുണ്ട്. പക്ഷേ അവയുടെ ഭാഷ നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് അറിയാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു എന്നാണ്. 3ാമത്തെ അനുഗ്രഹം എന്താണ്? അലന്നാ ലഹുൽ ഹദീദ്, മൈദമാവ് പോലെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ മാവ് പോലെ അല്ലെങ്കിൽ മെഴുകുപോലെ ഇരുമ്പിനെ തൻ്റെ കൈകൾ കൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആക്കി തീർക്കാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് അവയെ പാകപ്പെടുത്താൻ, ഇഷ്ടമുള്ള രീതിയിലുള്ള ആയുധങ്ങളാക്കാൻ, പടച്ചട്ടകൾ ഉണ്ടാക്കാനെല്ലാം അല്ലാഹു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിവ് നൽകി. അലന്നാ ലഹുൽ ഹദീദ്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, അനിഅമൽ സാബിഗാത്തിൻ വഖദ്ദിർ ഫിസ്സിർദ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പടച്ചട്ടകളും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രൂപത്തിലേക്കൊക്കെ അതിനെ ആക്കി തീർക്കാൻ വേണ്ടിയുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ്. 4ാമതായി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ അതുല്യനായ പ്രവാചകനാണ്. മറ്റു പ്രവാചകന്മാർക്കൊന്നും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒട്ടനവധി മുഅ്ജിസത്തുകളുടെ, ഒട്ടനവധി ഇക്റാമുകൾ അള്ളാഹു നൽകിയ വലിയ മഹാനായ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബിയെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? സൂറത്തുൽ അംബിയയിൽ ഫഫഹംനാഹാ സുലൈമാൻ, സുലൈമാന് എല്ലാ വിഷയത്തിലും നാം ഫഹ്മ് നൽകി, മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും പ്രാപ്തിയും വകതിരിവും വിവേകവും നാം നൽകി എന്നുള്ളതാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പകാലത്തിൽ, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ നടന്ന 2 സംഭവങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് 10, 11, 12 വയസ്സുണ്ടാവുമ്പോൾ ദാവൂദ് നബിയാണ് അപ്പോഴേ രാജ്യം ഭരിക്കുന്നത്. ദാവൂദ് നബിയുടെ ദർബാറിലേക്ക് ഒരു കേസ് വരികയാണ്. എന്താണ് കേസ്? 2 അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ്. പ്രശ്നം എന്താണ്? ഒരു അയൽവാസിയുടെ ആട് മറ്റേ അയൽവാസിയുടെ വിളകൾ മുഴുവൻ തിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ 2 പേരും കൂടി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പരിഹാരത്തിന് വേണ്ടി വരികയാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പരിഹാരം പറഞ്ഞു. എന്താണ് പരിഹാരം? നിന്റെ ആടല്ലേ വിളവ് തിന്ന് നശിപ്പിച്ചത്, ആ ആടിനെ അങ്ങോട്ട് കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞു.
നിന്റെ ആടിനെ അയാൾക്ക് കൊടുത്താൽ കഴിഞ്ഞു പ്രശ്നം, നീ അതിനെ നഷ്ടപരിഹാരമായി നിന്റെ നാടിനെ അയാൾക്ക് കൊടുത്താൽ മതി. അങ്ങനെ അവർ ആ വിധി സ്വീകരിച്ച് തിരിച്ചു പോകുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ ബാലനാണ്, ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവരോട് പറഞ്ഞു, ഈ വിധി അത്ര കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ എൻ്റെ വാപ്പാനോട് രാജാവിനോട് പോയിട്ട് ഒന്നുകൂടി ഈ അഭിപ്രായം കൂടി നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അഭിപ്രായം കൂടി പറയാണ്. എന്താണത്? ഈ ആട് വിളവ് നശിപ്പിച്ചല്ലോ, ആ വിളവ് എന്ത് ചെയ്യുക? ഈ ആടിന്റെ ഉടമസ്ഥൻ നന്നാക്കി കൊടുക്കുക. അത് നന്നാക്കുന്ന കാലം വരെ ഈ ആടിന്റെ പാലും അതിന്റെ രോമങ്ങളും അതിന്റെ കുട്ടികളെയുമെല്ലാം ആരെടുക്കുക? ഈ വിളവിന്റെ ഉടമസ്ഥൻ എടുക്കുക. അങ്ങനെ ആ വിളവ് പഴയ രീതിയിലായി കഴിഞ്ഞാൽ ആടിനെയാൾക്ക് തിരിച്ചു കൊടുക്കുക, വിളവ് നിങ്ങൾ കൊടുക്കുക. ഈ ഒരു വിധി ആണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും ഈ ആളുകൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് പോയി ഈ വിഷയം ഉന്നയിക്കുകയും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വിധി അംഗീകരിക്കുകയും ആ ആദ്യം വിധിച്ച വിധി മാറ്റി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു സംഭവമുണ്ട്. രണ്ട് സ്ത്രീകൾക്കും ഓരോ കുട്ടികളുണ്ട്. അതിലൊരു സ്ത്രീയുടെ കുട്ടിയെ ചെന്നായ പിടിച്ചു, ഒരു സ്ത്രീക്ക് മാത്രമേ കുട്ടി ബാക്കിയുള്ളൂ. അങ്ങനെ രണ്ടുപേരും ആ കുട്ടിയുടെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലത്താണെങ്കിൽ DNA ടെസ്റ്റ് നടത്തിയിട്ട് നമുക്കത് തീർപ്പ് കൽപ്പിക്കാം, പക്ഷെ ആ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലല്ലോ. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്നിധിയിലേക്ക് കേസെത്തി. അദ്ദേഹം കൂട്ടത്തിൽ മുതിർന്ന സ്ത്രീക്ക് ആ കുട്ടിയെ വിധിച്ചു കൊടുത്തു. അവരെ ബഹുമാനിച്ചിട്ട് ആ കുട്ടിയെ വിധിച്ചു കൊടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു അവർക്ക് രണ്ടുപേർക്കും അതിൽ തൃപ്തിയായില്ല, മറ്റേ ചെറിയ സ്ത്രീക്ക് അതിൽ തൃപ്തിയായില്ല. അവർ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം കുട്ടിയാണ്. അദ്ദേഹം എന്തു പറഞ്ഞു? രണ്ടുപേരും ഈ കുട്ടിയിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്നിട്ട് കുട്ടീനെ വലിക്ക്, എന്നിട്ട് ആർക്കാണോ കുട്ടിനെ കിട്ടുന്നത് അവർ കുട്ടിനെ കൊണ്ട് പോകട്ടെ എന്നൊരു സംഗതി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ഇളയ സ്ത്രീ പറഞ്ഞു, വേണ്ട, അത് വേണ്ട, കുട്ടിനെ അവൾ എടുത്തോട്ടെ, അങ്ങനെ ഒരു മത്സരം നടത്താൻ ഞാൻ തയ്യാറല്ല. അതിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സ്ത്രീയുടെ മുഖഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും മനസ്സിലായി കുട്ടി യഥാർത്ഥത്തിൽ ഇളയ പ്രായമുള്ള സ്ത്രീയുടേതാണ്. അതുകൊണ്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിയെ ഇളയ പ്രായമുള്ള സ്ത്രീയുടെ കൂടെ വിടുകയും ചെയ്തു. ഇങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകി? എല്ലാ കാര്യത്തിലുമുള്ള ഗ്രാഹ്യം നൽകി, മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ് നൽകി. അതോടൊപ്പം തന്നെ എണ്ണമറ്റ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി എന്നുള്ളതാണ്. അതിലൊരു അനുഗ്രഹമാണ് സൂറത്തു സബയിന്റെ 12-ാമത്തെയും 13-ാമത്തെയും ആയത്തിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു എന്ത് ചെയ്തു? കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. തന്റെ ഇംഗിതത്തിനനുസരിച്ച്, തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാറ്റിനെ ഗതിമാറ്റി സഞ്ചരിപ്പിക്കാനുള്ള ഒരു കഴിവ് അല്ലാഹു സുലൈമാൻ നബിക്ക് നൽകി എന്നുള്ളതാണ്. അതിന്റെ വേഗത എത്രയാണ്? അതിന്റെ രാവിലത്തെ വഴിദൂരം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു സാധാരണ യാത്രക്കാരൻ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ ഒരു മാസം വഴിദൂരം പോകുന്ന അത്രയും ദൂരം രാവിലെ മാത്രം ആ കാറ്റ് സഞ്ചരിക്കും. വൈകുന്നേരവും അതുപോലെ തന്നെ. ആ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് നൽകി എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗത കൂടിയ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എയർ ട്രാവൽ തന്നെയാണ്. വിമാനം പറക്കുന്നത് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ്, എയറിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ് വിമാനം പറക്കുന്നത്. പക്ഷേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹുവിന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രത്യേകമായ ഒരു കഴിവും ആ പ്രത്യേകമായ ബഹുമതിയും നൽകി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ മറ്റൊരു കഴിവെന്താണ്? മറ്റൊരു അനുഗ്രഹം എന്താണ്? ദാവൂദ് നബിക്ക് അള്ളാഹു ഇരുമ്പാണ് തരപ്പെടുത്തി കൊടുത്തത്, ഇരുമ്പാണ് മിനുസപ്പെടുത്തി കൊടുത്തത്. സുലൈമാൻ നബിക്ക് അള്ളാഹു ചെമ്പിന്റെ ദ്രാവകം ഒഴുക്കിപ്പെടുത്തു. ആയുധങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ തേരുകൾ ഉണ്ടാക്കാനും. ഈ കാറ്റിലൊക്കെ സുലൈമാൻ നബി സഞ്ചരിച്ചത് തന്റെ തേരുപയോഗിച്ചിട്ടാണ്. തേരിലാണ് സുലൈമാൻ നബി യാത്ര ചെയ്യുക. അതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കാൻ ഇരുമ്പിന്റെ ഒരു നദി തന്നെ, ഒഴുക്ക് തന്നെ, ചെമ്പിന്റെ ഒരു ഒഴുക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇذن റബ്ബി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചൊൽപ്പടിയിൽ നിന്നുകൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന വമിന ശയാത്തീനി മൻ യഗൂസൂൻ ബന്നാഇൻ വഗവാസ്, മുങ്ങിത്തപ്പുന്ന സമുദ്രത്തിലേക്ക് ഊളിയിടുന്ന വലിയ വലിയ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും ഉണ്ടാക്കുന്ന അതിശക്തരായ ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അവരെന്തൊക്കെയാണ് ചെയ്തത്? യഅമലൂന ലഹു മാ യശാ, എന്താണോ സുലൈമാൻ നബി വിചാരിക്കുന്നത് അതെല്ലാം ആ ജിന്നുകൾ
കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. മിൻ മഹാരീബ്, വലിയ വലിയ മണ്ഡപങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അവരുണ്ടാക്കി. വതമാസീൽ, വലിയ വലിയ വിഗ്രഹങ്ങൾ, കോലങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അവരുണ്ടാക്കി. വജിഫാനിൻ കൽ ജവാബ്, വലിയ ജലാശയങ്ങൾ പോലെയുള്ള തൊട്ടിപ്പാത്രങ്ങൾ സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം അവരുണ്ടാക്കി. വഖുദൂരിർ റാബിസാത്ത്, ഉറച്ചു നിൽക്കുന്ന ഇളകിപ്പോകാത്ത വലിയ വലിയ ടെന്റുകൾ സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം അവരുണ്ടാക്കി കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവയെല്ലാം മേൽനോട്ടം നടത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ ആ രാജ്യത്തിന്റെ ഭരണം, ജിന്നുകളുടെ ഭരണം, പക്ഷികളുടെ ഭരണം, മൃഗങ്ങളുടെ ഭരണം, പ്രാണികളുടെ ഭരണമെല്ലാം വളരെ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോയി. സൂറത്തുൻ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു യുദ്ധത്തിന്റെ ചരിത്രത്തിലൂടെ ഒരു വലിയ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ വഹുശറ ലിസുലൈമാന വജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്വയ്ർ ഫഹും യുസഊൻ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഒരു യുദ്ധ പര്യടനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം തന്റെ സൈന്യങ്ങളിലുള്ള ശൈത്താന്മാരെയും, അതായത് ജിന്നുകളെയും, അതുപോലെ തന്നെ മനുഷ്യ സൈന്യത്തെയും, അതുപോലെ തന്നെ പക്ഷികളുടെ കൂട്ടത്തിലുള്ള സൈന്യത്തെയും എല്ലാം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അദ്ദേഹം ഒരു യാത്ര നടത്തി. എങ്ങോട്ടാണ് അദ്ദേഹം യാത്ര നടത്തിയത്? ഒരു നമ്ലിന്റെ, ഉറുമ്പിന്റെ ഒരു താഴ്വരയിൽ അദ്ദേഹം എത്തിപ്പെട്ടു. ആ സമയത്ത് അപ്പോഴുണ്ടായ ഒരു പ്രത്യേകമായ സംഭവത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. മറ്റൊരു രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉറുമ്പിന്റെ സംഭവം സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഒരുപാട് മുന്നോട്ട് നടന്നപ്പോൾ ഒരു ഉറുമ്പ് മലർന്നു കിടന്നുകൊണ്ട് അതിന്റെ കാലുകളെല്ലാം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, ഞങ്ങളും നിന്റെ സൃഷ്ടികളിൽപ്പെട്ട സൃഷ്ടികളാണ്, ഞങ്ങൾക്ക് നീ വെള്ളം തരാതെ മറ്റൊരു നിവൃത്തിയുമില്ല, അതുകൊണ്ട് നാഥാ ഞങ്ങൾക്ക് നീ വെള്ളം തരണം എന്ന് ഉറുമ്പ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മതി, മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട്, ഈ ഉറുമ്പിന്റെ പ്രാർത്ഥന കൊണ്ട് മഴ പെയ്യാൻ പോകുകയാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു ഉറുമ്പുമായി ബന്ധപ്പെട്ട സംഭവമാണിത്. അദ്ദേഹം ആ താഴ്വരയിൽ എത്താൻ പോകുമ്പോൾ ഖാലത് നംലത്തുൻ, ഒരു ഉറുമ്പ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹം നംൽ, അല്ലയോ ഉറുമ്പിന്റെ കൂട്ടമേ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നിങ്ങളുടെ മാളങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാനും അദ്ദേഹത്തിന്റെ സൈന്യവും അവരറിയാതെ നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ എന്ന് ആ ഉറുമ്പ് തൻ്റെ കൂട്ടത്തോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ ചെറിയൊരു ജീവിയാണ്, പക്ഷെ ആ ജീവിയുടെ ജീവിതത്തിലുണ്ടല്ലോ മനുഷ്യൻ എന്ന് പറയുന്ന വലിയ സംഭവത്തിന് വലിയ ഗുണപാഠങ്ങളുണ്ട്. ഉറുമ്പിൻ്റെ ഒരു മാളത്തിനെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മഴവെള്ളം കടക്കാതിരിക്കാനുള്ള എത്രയോ സംവിധാനങ്ങൾ താഴോട്ടും മേലോട്ടും തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ നനഞ്ഞ ധാന്യങ്ങൾ അതെന്ത് ചെയ്യും, തൻ്റെ മാളത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വെയിലത്തിട്ട് ഉണക്കും, എന്നിട്ട് വീണ്ടും അത് മാളത്തിലേക്ക് കൊണ്ടേക്കും. അതുപോലെ തന്നെ മുളയ്ക്കാൻ സാധ്യതയുള്ള ധാന്യമളികൾക്ക് തുള ഉണ്ടാക്കിയിട്ടാണ് സൂക്ഷിക്കുക. വരാൻ പോകുന്ന ക്ഷാമകാലത്തിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉറുമ്പ് സ്വയം ആ ഒരു സഹകരണത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. ഒരു ഉറുമ്പ് എവിടെയെങ്കിലും ഒരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ വേഗം പോയിട്ട് സ്വന്തം കാര്യം നോക്കി അടിക്കലല്ല, ബാക്കിയുള്ള ഉറുമ്പുകൾ പോയിട്ട് വിളിച്ചു കൊണ്ടുവരും. ആ വിളിച്ചു കൊണ്ടുവരുന്നതിന് പ്രത്യേക സിഗ്നലുകളുണ്ട്, ഫെറോമോണുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഉറുമ്പ് പോകുന്ന കണ്ടിട്ടില്ലേ, വരിയായി എത്ര നീളുണ്ടാന്ന് അറിയാം വരിക്ക്. സുബ്ഹാനല്ലാഹ്, വലിയ ഗുണപാഠങ്ങളുണ്ട്. ഈ ഉറുമ്പിന്റെ ഈ സംസാരം കേട്ടപ്പോൾ സുലൈമാൻ നബിക്ക് വല്ലാത്ത കൗതുകം തോന്നി. അദ്ദേഹം ഫതബസ്സമ ളാഹിക മിൻ ഖൗലിഹാ, അതിന്റെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം പുഞ്ചിരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വല്ലാത്തൊരു കുളിർമയുണ്ടായി. വഖാൽ, അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർദാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾ റബ്ബേ, അതിന് നന്ദി കാണിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ നാഥാ. നിന്റെ തൃപ്തി നേടിയെടുക്കുന്ന സൽക്കർമ്മങ്ങളിൽ സദാ മുഴുകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നാഥാ. നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നിന്റെ സ്വാലിഹീങ്ങളായ അടിയാറുകൾക്കിടയിൽ എന്നെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച്
പ്രാർത്ഥിക്കുകയാണ്. അവരെ യാത്ര തുടർന്നു. ആ യാത്രയിൽ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുക? അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ മരംകൊത്തി പക്ഷിയുണ്ട്, ഒരു പ്രത്യേക കഴിവ് നൽകപ്പെട്ട മരംകൊത്തി പക്ഷി. ആ മരംകൊത്തി പക്ഷിയാണ് യഥാർത്ഥത്തിൽ ആ ഒരു എവിടെയാണ് വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നത് കണ്ടെത്തുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ജിന്നുകളെ ഉപയോഗിച്ച് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കുഴിക്കുകയും അവിടുന്ന് വെള്ളം എടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോ എവിടെ മരംകൊത്തി പക്ഷി എവിടെ? അതിനെ അന്വേഷിച്ചപ്പോൾ അതിനെ കണ്ടില്ല. അത് പക്ഷികളുടെ സൈന്യത്തിന്റെ കൂട്ടത്തിലില്ല. സുലൈമാൻ നബി ചോദിച്ചു, എവിടെ? അതെവിടെയാണ് പോയത്? അതിനെ ഞാൻ കഠിനമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അതിനെ അറുത്തു കളയും, അല്ലെങ്കിൽ എന്റെ അനുവാദമില്ലാതെ ഇവിടെ ഹാജരാകാതുന്നതിന് വ്യക്തമായൊരു കാരണം അതെന്ത് ചെയ്യണം എന്ന് ബോധിപ്പിക്കണം എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പ്രതിജ്ഞ ചെയ്തു. ഒരുപാട് താമസിക്കാതെ ആ മരംകൊത്തി പക്ഷി തിരിച്ചു വന്നു. ഫഖാൽ, എന്നിട്ട് അത് പറഞ്ഞു, അഹത്തു ബിമാ ലം തുഹിത് ബിഹി, താങ്കൾക്ക് സൂക്ഷ്മമായി അറിയാത്ത ഒരു കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. സബയിൽ നിന്ന് വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയും കൊണ്ടാണ് രാജാവേ ഞാൻ വരുന്നത്. എന്നിട്ട് ആ വാർത്ത എന്താണ്? അത് പറയാൻ, ഇന്നി വജത്തു ഇംറഅതൻ തംലികുഹും, ഞാനൊരു പെണ്ണിനെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ എന്താണ്? ആ സ്ത്രീയാണ് അവരെ ഭരിക്കുന്നത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും പടച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. വലിയ ധനാഢ്യയാണ്, വലിയ സമ്പത്തുള്ള സൈനിക ശക്തിയുള്ള രാജാവാണ്. വലഹ അർശുൻ അദീം, അവളുടെ സിംഹാസനാണെങ്കിൽ ഭയങ്കര വമ്പിച്ചതാണ്, മഹത്തായ ഒരു സിംഹാസനമാണ്. വജത്തുഹാ വഖൗമഹ, ഞാൻ അവളെയും അവളുടെ സമുദായത്തെയും കണ്ടത് എപ്രകാരമാണ്? യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയല്ലാതെ സൂര്യന്റെ മുന്നിൽ നമസ്കാരം അർപ്പിക്കുന്നതായിട്ടാണ്, സൂര്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. പിശാചാകട്ടെ അവരുടെ പ്രവർത്തനം അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പിശാച് അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുകയും നേർമാർഗം പ്രാപിക്കാതിരിക്കാൻ അവരുടെ കർമ്മങ്ങളെ അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ മരംകൊത്തി പക്ഷി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സുലൈമാൻ നബിയുടെ മറുപടി എന്താണ്? ഞാൻ നോക്കട്ടെ, നീ സത്യമാണോ പറയുന്നത്, അല്ല നീ കളവാണോ പറയുന്നത്, ഞാൻ പരിശോധിക്കട്ടെ. നീ എന്റെ ഈ കിതാബുമായി, ഈ എഴുത്തുമായി ആ നാട്ടിലേക്ക് പോകണം. എന്നിട്ട് അവരിലേക്ക് നീ ഈ കിതാബ് ഇട്ടുകൊടുക്കണം, ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ എഴുത്ത് നീ അവരിലേക്ക് ഇട്ടുകൊടുക്കണം. എന്നിട്ട് അവരിൽ നിന്ന് നീ തിരിച്ചു വരണം. നമുക്ക് നോക്കാം എന്താണ് തിരിച്ചു വരുന്നത്. ഈ മരംകൊത്തി പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എഴുത്തുമായി ആ നാട്ടിലേക്ക് പോകുകയും ആ എഴുത്ത് ആ നാട്ടിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. ആ എഴുത്ത് കയ്യിൽ കിട്ടിയ രാജ്ഞി, ബിൽഖീസ് എന്നാണ് രാജ്ഞിയുടെ പേര്, അവർ ആ എഴുത്ത് വായിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹൽ മല, അല്ലയോ മന്ത്രിമാരെ, അല്ലയോ പ്രമാണിമാരെ, ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം, മാന്യമായ എഴുത്ത് എന്നിലേക്ക് ഇടപെട്ടിരിക്കുകയാണ്, എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇന്നഹു മിൻ സുലൈമാൻ, നിശ്ചയം അത് സുലൈമാനിൽ നിന്നുള്ളതാണ്. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിശ്ചയം ആ എഴുത്ത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിലാണ് ആ എഴുത്ത് തുടങ്ങുന്നത്. ആ എഴുത്തിൽ എന്താണ് പറയുന്നത്? അല്ലാ തഅലു അലൈ, എന്നോട് നിങ്ങൾ വലിയ കളി കളിക്കരുത്, എന്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഔന്നത്യം കാണിക്കുകയും ചെയ്യരുത്. വഅ്തൂനി മുസ്ലിമീൻ, കീഴടങ്ങുന്നവരായിക്കൊണ്ട് നിങ്ങൾ എന്നിലേക്ക് വരിക എന്നാണ് ഈ എഴുത്തിലുള്ളത്. ഖാലത്ത്, അവൾ പറഞ്ഞു, യാ അയ്യുഹൽ മല, അല്ലയോ മന്ത്രിമാരെ, അഫ്തൂനി ഫീ അംരി, ഈ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് തീരുമാനം പറഞ്ഞു തരണം, എന്താണ് നമ്മൾ ചെയ്യുക. മാ കുൻതു ഖാതിഅതൻ അംറൻ ഹത്താ തശ്ഹദൂൻ, നിങ്ങൾ അറിയാതെ, നിങ്ങളോട് ചർച്ച ചെയ്യാതെ ഞാനൊരു വിഷയത്തിലും ഒരു തീരുമാനവും എടുക്കാറില്ലല്ലോ. മലഇന്റെ മറുപടി, മന്ത്രിമാരുടെ മറുപടി, ഖാലു നഹ്നു ഉലി ഖുവ്വത്തിൻ വ ഉലു ബഅസിൻ ശദീദ്, നമ്മൾ എന്തിനു പഠിക്കണം, നിങ്ങൾ ശക്തിയുള്ളവരാണ്, സൈനിക ശക്തിയുള്ളവരാണ്, അതുപോലെ തന്നെ സമരവീര്യമുള്ളവരാണ്, നമ്മൾ എന്തിനു പഠിക്കണം. വൽ അംറു ഇലൈക ഫൻദുരി മാദാ തഅമുരീൻ, എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നിങ്ങൾ തീരുമാനിക്കുക, നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് മന്ത്രിമാർ
ബിൽഖീസിനോട് മറുപടി പറഞ്ഞു എന്നാണ്. അവരുടെ മറുപടി എന്താണ്? ഖാലത്ത്, അവർ മറുപടി പറഞ്ഞു, ഇന്നൽ മുലൂക ഇദാ ദഖലു ഖറിയതൻ അഫ്സദൂഹാ വജഅലു അഇസ്സത അഹ്ലിഹാ അദില്ല. നിശ്ചയം ചില രാജാക്കന്മാർ ഒരു നാടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നാടിനെ അവർ കുട്ടിച്ചോറാക്കി കളയും, ആ നാടിനെ അവർ മുഴുവനും നശിപ്പിച്ചു കളയും. വജഅലു അഇസ്സത അഹ്ലിഹാ അദില്ല, അതിൽ ഇസ്സത്തുള്ള ആളുകളെ മുഴുവൻ ദില്ലത്തുള്ള ആളുകളായി, നിന്യന്മാരായി അവർ മാറ്റിക്കളയും. വകദാലിക യഫഅലൂൻ, അപ്രകാരമാണ് അവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നേരിട്ടൊരു യുദ്ധത്തിനും ഒരു സംഘടനത്തിനും നമ്മൾക്ക് തയ്യാറാവണ്ട. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ്? വഇന്നി മുർസിലത്തുൻ ഇലൈഹിം ബിഹദിയത്തിൻ ഫനാദിറത്തുൻ ബിമാ യർജിഉൽ മുർസലീൻ. ഞാനൊരു കാര്യം ചെയ്യാം, വലിയ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഈ രാജാവിന്റെ അടുത്തേക്ക് ഞാൻ കൊടുത്തുവിടാൻ പോവുകയാണ്. എന്നിട്ട് എന്താണ് ആ സമ്മാനങ്ങൾക്ക് ബദലായി തിരിച്ചു വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫലമ്മാ ജാഅ സുലൈമാൻ, അങ്ങനെ ആ സമ്മാനങ്ങൾ, ആ നിധിശേഖരങ്ങൾ അതെല്ലാം സുലൈമാൻ നബിയുടെ അടുത്തെത്തിയപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി എന്താണ്? ഖാല അതുമിദ്ദൂനനി ബിമാൽ, നിങ്ങൾ എന്നെ ധനം കൊണ്ട് പ്രലോഭിപ്പിക്കാൻ നോക്കാണോ? നിങ്ങൾ എന്നെ ധനം കൊണ്ട്, സമ്പത്ത് കൊണ്ട് പാട്ടിലാക്കാൻ നോക്കാണോ? ഫമാ ആതാനില്ലാഹു ഖൈറൻ മിമ്മാ ആതാകും, എനിക്ക് അല്ലാഹു നൽകിയത് നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ എത്രയോ മഹത്തരമാണ്, എത്രയോ വലുതാണ്. ബൽ അൻതും ബിഹദിയതികും തഫ്റഹൂൻ, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഹദിയ, നിങ്ങളുടെ ഗിഫ്റ്റ്, നിങ്ങളുടെ സമ്മാനം അത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെറുതെ സംശയിക്കാണ്. ഇർജി ഇലൈഹിം, വന്ന ആ സമ്മാനം കൊണ്ടുവന്ന ദൂതനോട് സുലൈമാൻ നബി പറയാണ്, ഇർജി ഇലൈഹിം, അവലേക്ക് മടങ്ങുക, അവനിലേക്ക് മടങ്ങുക. ഫലനതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും ബിഹാ, നിങ്ങൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സൈന്യവുമായി, നിങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു സൈന്യവുമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. വലനുഖ്രിജന്നഹും മിൻഹാ അദില്ലതൻ വഹും സാഗിറൂൻ, നിന്നരായിക്കൊണ്ട്, ചെറിയവരായിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം നാടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ ഒരു മറുപടിയുമായി നിങ്ങൾ തിരിച്ചുകൊള്ളുക. ഖാല യാ അയ്യുഹൽ മല അയ്യുകും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. ഈ എഴുത്ത് കൊടുത്തുവിട്ട മാത്രയിൽ സുലൈമാൻ നബിക്ക് അറിയാം, ഇത് കിട്ടിയാൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് അന്നുവരെയുള്ള അനുഭവത്തിന്റെ പരിചയത്തിൽ ഈ ഒരു എഴുത്ത് കിട്ടുന്നതോടുകൂടി അവരെല്ലാം കീഴ്പ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളായി തന്റെ അടുത്തേക്ക് വരുമെന്ന കാര്യം സുലൈമാൻ നബിക്ക് അറിയാം. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂട്ടത്തിലുള്ള ദർബാറിലുള്ള ജിന്നുകളും മനുഷ്യരും അടങ്ങുന്ന മുഴുവൻ മന്ത്രിമാരോടും തന്റെ കർത്തവ്യ സേനകളോടും ചോദിക്കാണ്, ആരാണ് അവൾ ഇവിടെ എത്തുന്നതിന്റെ മുന്നേ എനിക്ക് അവളുടെ സിംഹാസനം ഇവിടെ എത്തിച്ചു തരിക? ഖാല ഇഫ്രീതും മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് എന്ന് പറയുന്ന ശക്തനായ ഒരു മല്ലയുദ്ധക്കാരൻ, ഒരു മല്ലൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, താങ്കൾ തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാനത് താങ്കളിലേക്ക് എത്തിക്കാം. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ അതിന് ശക്തിയുള്ളവനാണ് എന്ന ആ കാര്യത്തിൽ താങ്കൾക്ക് വിശ്വസിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അത് പോരായിരുന്നു. ആ ജിന്നിനേക്കാൾ കൂടുതൽ അറിവുള്ളൊരു വ്യക്തി, അത് ജിന്നാണോ മനുഷ്യനാണോ മലക്കുകളിൽപ്പെട്ട ആളാണോ അത് ഖുർആൻ വ്യക്തമാക്കുന്നില്ല. അവർ പറഞ്ഞു, അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യാം, ആ സിംഹാസനം താങ്കളിലേക്ക് എത്തിച്ചു തരാം എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അങ്ങനെ സുലൈമാൻ നബി തന്റെ സാന്നിധ്യത്തിൽ തന്റെ സിംഹാസനത്തിന്റെ ചുറ്റുപാടിലായി ആ സിംഹാസനം ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കണ്ടു. അത് കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തിൽ നിന്നുള്ളതാണ്, അവന്റെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ്. എന്തിനാണിത്? ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു റബ്ബേ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയുള്ള നിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണിത്. വമൻ ശക്കർ, ആര് നന്ദി കാണിച്ചുവോ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവൻ അവന്റെ സ്വന്തത്തിനു വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. വമൻ കഫർ, ആര് നന്ദികേട് കാണിച്ചുവോ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, എന്റെ റബ്ബിന് നിങ്ങളുടെ നന്ദി കൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്റെ നാഥന് നിങ്ങളുടെ ശുക്ർ കൊണ്ടോ നമസ്കാരങ്ങൾ കൊണ്ടോ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല നക്കിറു ലഹാ അർശഹാ നൻദുറ തഹ്തദി അം തകൂനു മിനൽ ലദീന ലാ യഹ്തദൂൻ, അവളുടെ സിംഹാസനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക. എന്താണ് മാറ്റങ്ങൾ? ആ സിംഹാസനത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഷിർക്കിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ട് തൗഹീദിന്റെ പ്രതിരൂപമായ ഒരു സിംഹാസനമായ ആ സിംഹാസനത്തെ മാറ്റുക. നൻദുർ, നമുക്ക് നോക്കാം, അതഹ്തദി അം തകൂനു മിനൽ
അല്ലദീന ലാ യഹ്തദൂൻ, അവൾ നേർമാർഗം പ്രാപിച്ചിട്ടുണ്ടോ അതല്ല അവൾ എന്നെ പേടിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. അങ്ങനെ ഫലമ്മാ ജാഅത് ഖീല അഹാകദ അർശുക്, ബിൽഖീസ് രാജ്ഞിയും തന്റെ സൈന്യവും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, അഹാകദ അർശുക്, ഇതാണോ നിന്റെ അർശ്, ഇതാണോ നിന്റെ സിംഹാസനം? ഖാലത് കഅന്നഹു ഹു, അവൾ പറഞ്ഞു ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു, ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് അവൾ മറുപടി പറഞ്ഞു, താങ്കളുടെ പരീക്ഷണം എനിക്ക് മനസ്സിലായി. ഈ സിംഹാസനത്തിന്റെ വിഷയം എത്തുന്നതിന്റെ മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നേർമാർഗം നൽകപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളാവുകയും ചെയ്തിട്ടുണ്ട്. അവർ അവരുടെ ബിംബങ്ങളെയും അവരുടെ ആരാധനാമുറകളെയും മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മുഴുവനായും പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡപത്തിലേക്ക്, ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറഞ്ഞപ്പോ അവിടെ ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പളുങ്കുപോലെയുള്ള സുന്ദരമായ പാറകൾ ഉപയോഗിച്ചിട്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫ്ലോർ ചെയ്തിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ആർക്കും പരിചയമില്ലാത്തതാണ്. അത് വെള്ളമാണെന്ന് വിചാരിച്ച് ബിൽഖീസ് തൻ്റെ അടിവസ്ത്രം, താഴെ ധരിച്ചിരിക്കുന്ന വസ്ത്രം മുകളിലോട്ട് പൊന്തിച്ചു എന്നുള്ളതാണ്. ആ സമയം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നഹു സർഹും മുബറദും മുമറദും മിൻ ഖവാരീർ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് വെള്ളമല്ല, അത് സുന്ദരമായി പാകിയ കല്ലുകളാണ്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി കടന്നു വരിക. കാലത്ത് അവർ പറഞ്ഞു, റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ ഞാൻ എൻ്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു, ഞാൻ സുലൈമാന്റെ കൂടെ വിശ്വാസിയായി നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് ബിൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വേണ്ടി നിർമ്മിച്ച കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീടുള്ള കാലം മുസ്ലിമായി ജീവിക്കുകയും ചെയ്തു എന്നാണ് ബൈബിളിന്റെയും അതുപോലെയുള്ള ബാക്കിയുള്ള ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിലെല്ലാം അവർ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിൽ നിന്ന് സഭയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. പലർക്കും പല അഭിപ്രായമാണുള്ളത്. എന്തായാലും അവർ പിന്നീടുള്ള കാലം അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന് മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സുലൈമാൻ നബിയുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ, എനിക്ക് മുമ്പോ ശേഷമോ നീ ആർക്കും കൊടുക്കാത്ത രാജാധികാരം എനിക്ക് നൽകണമെന്നുള്ളതാണ്. ആ രാജാധികാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം അദ്ദേഹത്തിന് നൽകിയത്. ഇനിയൊരു ജിന്നിനെ കീഴ്പ്പെടുത്താനോ ഇനിയൊരു ജിന്നിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അല്ലാഹു ആർക്കും അവകാശം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നവർ കള്ളന്മാരാണ്, വ്യാജന്മാരാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ വലിയ പാഠമായ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുക എന്ന പാഠം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്കെവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഗുണപാഠമുള്ള ഒരായത്ത് ഞാൻ രണ്ടാമത്തെ ഖുതുബയിൽ പറയാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. അത് സൂറത്തു സബയിലെ 14-ാമത്തെ ആയത്താണ്. നിങ്ങളൊന്നെടുത്ത് വായിക്കുന്നത്. എന്തിനാ ആയത്ത് അറിയാം? അള്ളാഹു പറയാൻ, ഫലമ്മാ ഖദൈനാ അലൈഹിൽ മൗത്ത്, അങ്ങനെ അള്ളാഹു സുലൈമാൻ നബിക്ക് മരണം വിധിച്ചു. എല്ലാവർക്കും മരണം വിധിക്കും പഠിച്ചു. എന്തെല്ലാം അധികാരങ്ങളാണ് സുലൈമാൻ നബിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ സുലൈമാൻ നബിക്കും അള്ളാഹു മരണം വിധിച്ചു. സുലൈമാൻ നബി മരിച്ചു. എപ്രകാരമാണ് അദ്ദേഹം മരിക്കുന്നത്? വലിയ മഹാരീപുകൾ ഉണ്ടാക്കാൻ, വലിയ മണ്ഡപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിന്നുകൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ജിന്നുകളെ നോക്കി നിന്നിട്ടാണ്, തൻ്റെ വടി കുത്തിപ്പിടിച്ച് നോക്കി നിന്നിട്ടാണ്, ആ നിന്ന നിൽപ്പിലാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പ് കണ്ടിട്ട് അദ്ദേഹത്തെ പേടിയാണ് ജിന്നുകൾക്ക്. കാരണം അദ്ദേഹം അവരുടെ രാജാവാണ്, അള്ളാഹു കൽപ്പിച്ചു കൊടുത്ത രാജാവ്.
അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടപ്പോൾ അവരിങ്ങനെ വേഗത്തിൽ പണിയെടുക്കുകയാണ്. ഒരുപാട് കർമ്മങ്ങളിങ്ങനെ, ഒരുപാട് പണികളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. മാദല്ലഹും അലാ മൗതി, അദ്ദേഹത്തിൻ്റെ മരണം ആർക്കും മനസ്സിലായില്ല. അദ്ദേഹം മരിച്ചു എന്നുള്ളത് ഈ കണ്ട ജിന്നുകൾക്കൊന്നും മനസ്സിലായില്ല. ഇല്ലാ ദാബത്തുൽ അർദ്, ഒരു ചെതലിനൊഴികെ. ഒരു ചെതൽ വന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഈ വടി തിന്നോട്ടെ? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ആ മൗനം സമ്മതമായി എടുത്തുകൊണ്ട് ആ ചെതൽ ആ വടി തിന്നാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വടി അത് തിന്നാൻ തുടങ്ങി. അങ്ങനെ ആ വടി ചെതൽ തിന്ന, ആ വടിയുടെ ഊക്കിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ വടി ചെതൽ തിന്നു കഴിഞ്ഞപ്പോൾ ആ വടി പൊട്ടി. ഖർ ഫലമ്മ ഖർ, സുലൈമാൻ നബി വീണു, മറിഞ്ഞു വീണു, മരണം സംഭവിച്ചിട്ടുണ്ട്. തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. ഇദ്ദേഹം മരിച്ചോ? ഇദ്ദേഹം മരിച്ച കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇത്രയും നേരം പണിയെടുക്കണ്ടായിരുന്നല്ലോ. ഈ ഒരു നിന്ദ്യമായ ശിക്ഷ പോലുള്ള അവസ്ഥയിൽ നമുക്ക് നേരത്തെ പറന്നു പോകാമായിരുന്നല്ലോ എന്ന് ജിന്നുകൾ പരസ്പരം പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ പ്രത്യേകം പടച്ചവനെടുത്ത് പറഞ്ഞു നോക്ക്, ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിൻ അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ്. നമുക്ക് അദൃശ്യം അറിഞ്ഞിരുന്നെങ്കിൽ. നമ്മുടെ നാട്ടിൽ എന്താണ് സ്ഥിതി? ജിന്നുമ്മ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇരുന്നാൽ, ജിന്നുപ്പ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇരുന്നാൽ ഓൻ്റെ അടുത്ത് എന്തിനാ മാല കാണാണ്ടായാലും അവിടെ പോകും. ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ പോകും. ഇവിടെ അത് ജിന്ന് കൂടിയാണെന്നാണ് പറയുക, ജിന്നിൻ്റെ സഹായം കിട്ടുന്ന. എന്നാൽ നേരിട്ട് ജിന്നിന് പോലും അദൃശ്യ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, ഈ ജിന്നുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ തനിനിറം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ജിന്ന് എന്ന് പറഞ്ഞാൽ അദൃശ്യ ലോകത്തുള്ളതാണ്. ആ ജിന്നിനെ കുറിച്ച് നമുക്കുള്ള വിവരം എന്താണ്? മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്. എന്താണോ പടച്ചോൻ പറഞ്ഞത്, എന്താണോ അള്ളാൻ്റെ റസൂല് പറഞ്ഞത്, അതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ, ഇന്ന് ഈ ഖുതുബയിൽ സംസാരിച്ച വിഷയങ്ങൾ മുഴുവൻ ഖുർആനിൻ്റെ ആയത്തുകളാണ്. ആ ആയത്തുകളെ നിഷേധിക്കാൻ, അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ നിഷേധിക്കാൻ നമുക്കൊരു റൈറ്റും ഇല്ല, ഒരു അവകാശമില്ല. എന്നാൽ ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെതായ പരീക്ഷണങ്ങൾ നടത്തട്ടെ, ഞാൻ എൻ്റെതായ ഗവേഷണങ്ങൾ നടത്തട്ടെ, അത് പറ്റൂല. അവിടെ നിൽക്കണം. അള്ളയും റസൂലും പറഞ്ഞു തന്നെടുത്ത് ജിന്നിൻ്റെ വിഷയം നിൽക്കണം. അതേ പറ്റുള്ളൂ, അത്രേ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യത്തിൽ കടക്കാൻ നമുക്ക് പാടുള്ളതല്ല. മനസ്സിലാക്കുക, ഒരുപാട് ഫിത്നകളുടെയും ഒരുപാട് അവാന്തര വിഭാഗങ്ങളുടെയും ഒരുപാട് പിളർപ്പുകളെല്ലാം കാരണമാകുന്ന യഥാർത്ഥത്തിൽ ഈ വിഷയമാണ്. ഈ വിഷയം പിശാച് വലിയൊരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അള്ളയും റസൂലും പറഞ്ഞെടുത്ത് ജിന്നിൻ്റെ വിഷയത്തിൽ നാം നിൽക്കുക, നമ്മുടേതായ ഗവേഷണങ്ങൾ നടത്താതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല കള്ളനാണയങ്ങളെയും കള്ളസിദ്ധന്മാരെയും കള്ളമന്ത്രവാദികളെയും നമ്മുടെ സമുദായത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ച് മാറ്റുമാറാകട്ടെ. അവരുടെ ഫിത്നയിൽ അകപ്പെട്ടു പോയ പാവപ്പെട്ട പാമരന്മാരായ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വെളിച്ചവും ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുഹദീസിൻ്റെയും വെളിച്ചത്തിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശുദ്ധീകരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ. അള്ളാഹുവേ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും സംശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ജീവിതവും മരണവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിൻ്റെ കലിമത്തിലാക്കി തീർക്കുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.